എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മുഖവാസാണ് തയ്യാറാക്കുന്നത്. മുഖവാസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി വേർഡാണ്. മീനിങ് മൗത്ത് ഫ്രഷ്നർ. നമുക്ക് ഇതത്ര സുപരിചിതമല്ല. എന്നിരുന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ മിക്കവാറും മെയിനായിട്ട്, അതായത് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ശേഷം മുഖവാസ് കഴിക്കുന്ന പതിവ് എല്ലാവർക്കും ഉണ്ട്. മുഖവാസ് കഴിക്കുന്നത് സാധാരണയായിട്ടൊരു മൗത്ത് ഫ്രഷ്നർ എന്ന നിലയിലും പിന്നെ ഡൈജസ്റ്റീവ് ബൂസ്റ്റർ എന്ന നിലയിലുമാണ്. പല ടൈപ്പ് മുഖവാസ് കടകളിൽ ലഭ്യമാണ്. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മൗത്ത് ഫ്രഷ്നർ എന്നതിലുപരി ഒരു ഡൈജസ്റ്റീവ് ബൂസ്റ്റർ എന്ന നിലയ്ക്കാണ്. നിറം കണ്ടിട്ട് തീർച്ചയായിട്ടും ബീറ്റ്റൂട്ട് അടങ്ങിയിട്ടുണ്ട്. ബാക്കി ചേരുവകൾ എന്തൊക്കെ, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാൻ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളൂ കേട്ടോ. നെല്ലിക്കയെല്ലാം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. ഓരോ നെല്ലിക്കയും ഗ്രേറ്ററിൽ ഇതുപോലെ വലിയ സൈഡിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ എല്ലാ നെല്ലിക്കയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 750 ഗ്രാം നെല്ലിക്കയാണ് ഞാനിത് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് കൂടെ കഴുകി വൃത്തിയാക്കി തോലുകളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്. പിന്നെ വേണ്ടത് പെരുംജീരകമാണ്, 3 ടേബിൾ സ്പൂൺ. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. തരിതരിപ്പായിട്ട് പൊടിഞ്ഞാൽ മതി, നന്നായിട്ട് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ 1.5 ടേബിൾ സ്പൂൺ ആയ മോദകം, 250 ഗ്രാം കൽക്കണ്ടം നേർമയായിട്ട് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇന്ദുപ്പ് അഥവാ ബ്ലാക്ക് സോൾട്ട്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ സാധാരണ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട്. എല്ലാ ചേരുവകളും വലിയൊരു പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റുക. നമുക്ക് സാധാരണ ഭക്ഷണത്തിന് ശേഷം, അതായത് മെയിനായിട്ട് ലഞ്ചും ഡിന്നറിനും ഒക്കെ ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ചിലപ്പോൾ ഒക്കെ ഒരു ക്രേവിങ്സ് തോന്നാറില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ഒരു പഴമോ സ്വീറ്റോ ചോക്ലേറ്റോ ഒക്കെ എടുത്ത് കഴിക്കും അല്ലേ? അതിന് പകരം ഇതുപോലെ തയ്യാറാക്കി വെച്ച് 1-2 സ്പൂൺ കഴിച്ചാൽ നല്ലൊരു ഡൈജസ്റ്റീവ് ബൂസ്റ്ററുമാണ്, ഒരു മൗത്ത് ഫ്രഷ്നറുമാണ്. അതിലുപരി നെല്ലിക്കയിലും ബീറ്റ്റൂട്ടിലും അടങ്ങിയ ഗുണഗണങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്കിന്നിനും കണ്ണിനും മുടിക്കുമൊക്കെ നല്ലതാണ്. മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. അതുപോലെ നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി രാവിലെയും രാത്രിയിലും ഭക്ഷണത്തിന് ശേഷം 1-2 സ്പൂൺ കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ചേരുവകളും കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. തിരുമ്മി യോജിപ്പിക്കുമ്പോൾ നെല്ലിക്കയിൽ നിന്ന് ജ്യൂസൊക്കെ വരും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ജ്യൂസ് സഹിതം നല്ലൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിരത്തിയിട്ട് ഒരു 4 ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കാം. നല്ല വെയിൽ കിട്ടിയുകൊണ്ട് എനിക്ക് ഒരു 4 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം. വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പകുതി എടുത്തൊരു നേർമയായിട്ട് പൊടി ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഒന്നാം തരം സർബത്ത് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞു, 2 സ്പൂണ് പൗഡർ കൂടെ ചേർത്തു. ആവശ്യമെങ്കിൽ പഞ്ചസാരയോ തേനോ ചേർക്കാം. നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് ഇളക്കി നല്ല ഒന്നാം തരം സർബത്ത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കുകയാവാം. അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചെറിയ അളവിൽ ആദ്യം തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കും. ഞാനും അങ്ങനെയായിരുന്നു തുടക്കത്തിൽ കേട്ടോ. അപ്പോൾ നെല്ലിക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇത് തയ്യാറാക്കി വെക്കൂ. നെല്ലിക്ക കിട്ടാത്ത സമയത്ത് നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് വർഷം മുഴുവൻ ലഭ്യമാവുകയും ചെയ്യും.